ഹേ ഗായ്സ്, ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ് ഞാൻ ചായയൊക്കെ വെക്കുവാണ്. ഇന്ന് ഓഫ് എടുത്ത ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് കൂടെ വർക്ക് ചെയ്ത കുട്ടി വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു അവൾക്ക് ഇന്ന് ലീവ് വേണമായിരുന്നു, ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കയറി ഡ്യൂട്ടിക്ക്. അപ്പോൾ എൻ്റെ ഓഫ് ഞാൻ തിങ്കളാഴ്ചത്തേക്ക് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ഉറക്കിപ്പിച്ചു കേട്ടോ. അതുകൊണ്ട് രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല. കാര്യം നമ്മൾ രാവിലെ ആണല്ലോ അറിയുന്നത് എന്ന് ഡ്യൂട്ടി ഉണ്ടെന്ന്. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. കടയിൽ നിന്ന് ഞാൻ പൂരിയും നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടൊരു കറി കേട്ടോ, അത് വാങ്ങിച്ചു. അപ്പം വീട്ടിൽ പിന്നെ അമ്മച്ചി പതുക്കെ എഴുന്നേറ്റ് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ എനിക്കുള്ള മാത്രം ഞാൻ വാങ്ങിച്ചിട്ട് പോകുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഒരു 5-6 പേഷ്യൻസൊക്കെ വന്നുള്ളൂ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ മെഡിസിനൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോകുന്നേ. അതിന് മുന്നേ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയതല്ലേ. അപ്പോൾ റീൽസൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കും ദച്ചുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ അവളെ സങ്കടപ്പെടുത്താണ്ടിരിക്കാനായിട്ട് അവളെയും കൂടെ വെച്ചിട്ട് ചുമ്മാ ഒരു 2-3 കറക്കമൊക്കെ ഇറക്കിയൊക്കെ വിട്ട്. പിന്നെ നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ്. അപ്പോൾ അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു മെഴുതിരി കത്തിക്കാനായിട്ടേ. അങ്ങനെ മെഴുതിരിയൊക്കെ കത്തിച്ചു. നല്ല വൈബായിട്ട് അവിടെ പോയി ഇരിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ 100 മെഴുതിരിയൊക്കെ കത്തിച്ചു കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി പ്രാർത്ഥിക്കാറും മെഴുതിരി കത്തിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് പേര് ചോദിക്കരുത് ചേച്ചി പള്ളിക്കാരാണോ അങ്ങനെയൊന്നൊക്കെ കേട്ടോ. അങ്ങനെ ഒന്നുമില്ല, നമ്മൾ മനുഷ്യരാണ് ഗൈസ്, എല്ലാവരും മനുഷ്യരല്ലേ. ഞങ്ങൾ എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചു ഇറങ്ങി. പിന്നെ നമ്മൾ ഇനി നേരെ കൂത്താട്ടുളം പോകണം കേട്ടോ. കൂത്താളത്ത് പോയിട്ട് ഈ വീട് എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളൊരു ടോപ്പൊക്കെ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചേക്കണത് കേട്ടോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ പള്ളിയിലേക്ക് വന്ന സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങാൻ നേരെ ഒരു ഫാമിലി വന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. നമ്മൾ വരുമ്പോഴൊക്കെ എപ്പോഴും ഇതുപോലെ 1-2 ആൾക്കാരൊക്കെ വെച്ച് കാണാറുള്ളേ. അങ്ങനെ നേരെ കൂത്താട്ടുളത്ത് ഇവിടെ വെറൈറ്റിയിൽ പോയിട്ട് ഒരു ടോപ്പ് എടുത്തു. ആ ബ്ലാക്ക് ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഈ കണ്ട ബ്ലൂ ആണ് കേട്ടോ അമ്മച്ചിക്ക് എടുത്തത്. എക്സലാണ്, ഒന്ന് ഷേപ്പ് എടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്തു, ഇത് പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് അടിക്കാമെന്ന് ഓർത്ത് നേരെ നമ്മൾ ആദ്യം ഓർത്തു സജിച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട് കൂത്താട്ടുളത്ത് ഫേമസ് തട്ടുകടയുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ സൺഡേ ആയതുകൊണ്ട് അത് വരുന്നേ. പിന്നെ നമ്മൾ സ്ഥിരം വരുന്ന അച്ചായൻസിൽ കയറിയിട്ട് നമ്മുടെ അൽഫാമും ചിക്കനും പോയിട്ട് നമ്മുടെ എന്തെന്നാ കുബൂസൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അലുക്കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നല്ല തിരക്കായിരുന്നു. ആകപ്പാടെ ആ ഒരു കടയും പിന്നെ വേറെ ഏത് ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1/4 മണിക്കൂർ കൊണ്ട് ഫുഡൊക്കെ കിട്ടി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്ന് കുഞ്ഞു വീട്ടിലുള്ളൂ കേട്ടോ. ബൈ.